ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ണം കുറയ്ക്കാനായിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മോശമാക്കുകയും അതുപോലെ ജന്മനായുള്ള നമ്മുടെ സൗന്ദര്യം കുറയ്ക്കുന്നൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഡയറ്റ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്ന ഒരു സ്മൂത്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സ്മൂത്ത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാലുണ്ട്. ഫാറ്റ് കുറഞ്ഞ പാൽ അല്ലെങ്കിൽ പാട മാറ്റിയ പാൽ എടുക്കുക. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമില്ല, തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. ഇതിപ്പോൾ റോബസ്റ്റ പഴമായതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാലിപ്പൂവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഹൈ ഫൈബർ അടങ്ങിയ പഴം നമ്മുടെ ഈ ഒരു സ്മൂത്തിയിൽ ആഡ് ചെയ്യുന്നത് വഴി വയറ് ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എസൻഷ്യൽ വൈറ്റമിൻസും അതുപോലെ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. 4 എണ്ണം നമ്മൾ കുരു കളഞ്ഞ് എടുക്കുകയാണ് വേണ്ടത്. ഹൈ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫൈബറുമുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഡേറ്റ്സിൽ ആ ഒരു ഗുണമുണ്ട്. പക്ഷേ നമ്മളത് കൂടിയ അളവിൽ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. അത് നമ്മൾ ഓർക്കുക. നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഈന്തപ്പഴം കുരു കളഞ്ഞ് അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർക്കാം. പഴം ഒരുപാട് നേരത്തെ ഒന്നും അരിഞ്ഞു വയ്ക്കരുത്, അപ്പോൾ ഫ്രഷായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ നമുക്ക് തണുത്ത പാൽ അല്ലെങ്കിൽ ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാലുകൂടി ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലുകൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ടതില്ല. ഓൾറെഡി നമ്മുടെ ഡേറ്റ്സിലൊക്കെ ഒരല്പം ഷുഗർ ഉള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഒരു കാരണവശാലും ആഡ് ചെയ്യേണ്ട. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ബദാം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള കുറേ വാല്യുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ 2 ബദാമിൽ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബദാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ബുദ്ധിക്കും ഓർമ്മശക്തിക്കും ഒക്കെ നല്ലതാണ്. ബ്രെയിനിന് വളരെ നല്ല ഒരു ഫുഡാണ് ബദാം. ഡയറ്റ് ചെയ്യുന്നവർ ബദാം ഒഴിവാക്കുക എന്നതിനേക്കാൾ ഉപരി അത് ചെറിയ രീതിയിൽ ഒരു 2 ബദാം വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ തലകറക്കം, ക്ഷീണം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര പോഷകങ്ങളൊന്നും എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എത്ര ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാതെ ഓടി ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഒരു സ്മൂത്ത് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ദിവസം പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടാതെ എത്ര തിരക്കുള്ള ആൾക്കാണെങ്കിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് തിരക്കുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് വണ്ണം വയ്ക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിനുള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ആ വീഡിയോ ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.